സ്വന്തം ഭാര്യയെ വേറൊരുത്തിന് കൂട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കിക്കൊണ്ട് പോയി ഉണ്ടാക്കിയ ഒരു വളരെ വൃത്തികെട്ടവനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ അബ്രാഹാം എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു? ഇയാൾ അവിടുന്ന് പോയിട്ട് അടുത്ത രാജ്യത്ത് ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ രാജാവിനെയും ഇയാൾ ഇതേപോലെ തന്നെ പറ്റിക്കുന്നു. ഭാര്യയെ കൊണ്ടുപോയിട്ട് കാണിച്ചത് എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കാഴ്ചവെക്കുന്നു. എന്നിട്ട് അയാളും ചോദിക്കുന്നു, നീ എന്താണ് ചെയ്തത്? നമ്മുടെ നിയമം അനുസരിച്ച് ഈ മറ്റൊരുത്തൻ്റെ ഭാര്യ ഉപേക്ഷിക്കുന്നത് ദൈവത്തിന് ഏറ്റവും നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്. നീ ഇത് എന്തിന് എന്നോട് ചെയ്തു? എൻ്റെ ജനത്തെ എന്തിനു കഷ്ടപ്പെടുത്തുന്നു എന്ന് ചോദിച്ചപ്പം അപ്പോഴും ഇയാൾ ഇതേ മറുപടി തന്നെ പറയുന്നു, അവിടുന്ന് പണം വാങ്ങിക്കൊണ്ട് പോകുന്നു. അപ്പൊ നമുക്ക് ഇതിനകത്ത് മനസ്സിലാകുന്നത് അബ്രാഹാം എന്ന് പറയുന്നത് വളരെ അധമനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പൊ ഈ പറയുന്ന കാലഘട്ടങ്ങളിലെല്ലാം അബ്രാഹത്തിന്റെ ഭാര്യയായ സാറയുടെ സഹോദരൻ ലോത്ത് ഇദ്ദേഹത്തിന്റെ ഉറ്റ സന്തത സഹചാരി എന്ന രീതിയിൽ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. കുറെ അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ലോത്തിന് മനസ്സിലാകുന്നു, ലോത്ത്